വാട്ടിയ വാഴയിലയുടെ മണം നിറയുന്ന നല്ല പൊതി ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? റേഷൻ കടയിൽ നാടൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല മുരിഞ്ഞ നെയ്യപ്പം തിന്നിട്ടുണ്ടോ? വീട്ടിലെ പറമ്പിൽ നിന്ന് നല്ല ഫ്രഷായി പറിച്ച് ചെത്തി അരച്ചുണ്ടാക്കുന്ന നല്ല കൂവപ്പൊടിയുടെ മിൽക്ക് ഷേക്ക് കുടിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ആരെങ്കിലും വരുന്നതും അവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ്. ഇവിടെയൊക്കെ വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഒരു വൈബിലേക്ക് എത്തും. കാരണം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ചിരിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ വീക്കെൻഡിലാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ചകളൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇന്ന് നമ്മൾ കുറച്ച് കസിൻസിനെ വീട്ടിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സംതിങ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു വല്ലാത്തൊരു ആവേശത്തിലാണ് ഞാൻ ഇന്ന് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ നെയ്യപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കി വെക്കുകയാണ്. ഇത് നാട്ടിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉമ്മ കൊടുത്തയച്ച ഗോതമ്പ് നുറുക്കാണ്. നല്ല നാടൻ ഗോതമ്പ് നുറുക്ക്. ഇത് വെച്ചാണ് നമ്മളിന്ന് നെയ്യപ്പം ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ എൻ്റെ ഓണം സെലിബ്രേഷനിൽ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒത്തിരി പേരാണ് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമോന്ന്. അപ്പോൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു വ്ളോഗിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. 1 ഗ്ലാസ് ഗോതമ്പ് നുറുക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഗോതമ്പ് നുറുക്ക് പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ഉപ്പുമാവ്. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് അരിയൊക്കെ കഴുകുന്നത് പോലെ തന്നെ നന്നായിട്ട് ഇതിലെ പൊടിയും അഴുക്കുമൊക്കെ കളയണം. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം വരെ വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും വാഷ് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാനത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നതും ഒരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കൂവപ്പൊടിയാണ്. കൂവപ്പൊടി എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. ആരോറൂട്ട് പൗഡർ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതും എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. വീട്ടിൽ പറിച്ച് അതിൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്ത് വളരെ ശുദ്ധമായിട്ട് ഉണ്ടാക്കിയെടുത്ത കൂവപ്പൊടിയാണ്. കൂവപ്പൊടി നമ്മളെ ഹെൽത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ചും നമ്മളിത് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ ആരോറൂട്ട് ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കൂവപ്പൊടി കുറുക്കി കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങയൊക്കെ ചിരവിട്ടിട്ട് വെറൈറ്റി വിഭവങ്ങളൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ടീസ്പൂൺ കൂവപ്പൊടി എടുത്തിട്ട് പച്ച വെള്ളത്തിൽ ആദ്യം തന്നെ നന്നായിട്ട് കലക്കണം. അത് കലക്കിയതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു പരുവത്തിലായിപ്പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ചെറിയ തീയിൽ. അപ്പോൾ ഒരു ജെല്ലി പോലെ ഈ ഒരു പുഡിങ്ങിനൊക്കെ ഉണ്ടാക്കുന്നൊരു മിക്സ് പോലെ ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു സമയത്ത് അത് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് മിൽക്ക് വെച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ബീഫ് തയ്യാറാക്കുന്നുണ്ട്. ഇതൊരു ന്യൂ റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ ബീഫും റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ബിരിയാണി വെക്കണം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് മുന്നേ ചെയ്ത് വെക്കാൻ കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ. അതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ ഈസിയാണ്. ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ക്ലീൻ ചെയ്തതുപോലെ ചതച്ചെടുത്ത് വെക്കണം. പിന്നെ ചിക്കൻ വാഷ് ചെയ്തിട്ട് അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. അതുപോലെ തന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരി നന്നായിട്ട് കഴുകി 1 അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. ഇതെല്ലാം ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ പണികളൊക്കെ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ.
മലപ്പുറം ദം ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഞാനൊരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, മാഞ്ഞാലി ബിരിയാണി. അത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ശരിക്കും ഒരു വെറൈറ്റിയാണ്. നമ്മൾ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആടിൻ്റെ ലെഗ് വെച്ചിട്ടൊരു ബിരിയാണി ചെയ്തിട്ടുണ്ട്, മട്ടൻ ബിരിയാണി. അതിൻ്റെ ഒക്കെ റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടാനുള്ളൊരു സമയം. ആ സമയത്ത് തന്നെ നമ്മൾ അരി പിന്നെ തിളപ്പിച്ചെടുക്കണം, അരി വേവിച്ചെടുക്കണം. അപ്പം അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്നൊരു ബിരിയാണി എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതി ബിരിയാണി. നല്ല വാഴയുടെ ഇലയിൽ നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി പൊതിഞ്ഞ് കെട്ടി ഒരു 5 മിനിറ്റ് ആവിയിലും കൂടെ ഒന്ന് വെച്ചതിന് ശേഷമാണ് നമ്മളത് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു വാഴയുടെ ഇലയുടെ മണം ഒക്കെ ആ ഒരു ചോറിലേക്ക് മിക്സ് ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ബീഫ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്ന് ഗാർണിഷ് ചെയ്ത് എടുത്ത് പ്ലേറ്റിംഗ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ബിരിയാണിയും കൂടെ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് വാഴയുടെ ഇല വാട്ടിയെടുത്ത് അതിൽ ചോറ് പൊതിഞ്ഞ് കേട്ടാം. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയം ദമ്മിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി വെന്തത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു ആദ്യം തന്നെ. അതിന് ശേഷം ഇല വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഇടുക, ആവശ്യത്തിന് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്തും കൂടെ വെച്ചു. അപ്പോൾ പലരും പൊതി ബിരിയാണി കെട്ടുന്ന സമയത്ത് നമ്മുടെ തൈര് അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇതിൽ വെക്കാറുണ്ട്. അത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ചിലർക്ക് ഇഷ്ടമാണ്, ആ ടേസ്റ്റ് എല്ലാം കൂടെ മിക്സായി വരുന്നത്. പക്ഷേ എനിക്ക് അതത്ര വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് സെപ്പറേറ്റാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വാഴയുടെ ഇല അത്ര ഒരു സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ഒരു ധൈര്യത്തിന് ഫോയിൽ പേപ്പറും കൂടി അടിയിൽ വെച്ചിട്ടാണ് ടൈറ്റിൽ നമ്മൾ ഇത് പൊതിഞ്ഞെടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ എന്തെങ്കിലും സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക. ആ ഒരു സ്റ്റീമിലിരിക്കുമ്പോഴാണ് പൊതി ബിരിയാണി അസൽ പൊതി ബിരിയാണിയായിട്ട് മാറുന്നത്. ബിരിയാണിയുടെ സൈഡായിട്ട് ഞാൻ നമ്മുടെ ഉള്ളി സുർക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയാണ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കൂവ മിക്സിലേക്ക് ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യണം. പിന്നെ വേണ്ടത് നമുക്ക് നല്ല തണുത്ത പാലാണ്. അത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇപ്പോൾ ഇത് എല്ലാം കൂടെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ ചൂടത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ വളരെ സ്പെഷ്യലായിട്ടുള്ള എന്നാൽ സ്വാദിഷ്ടമായിട്ടുള്ള കൂവപ്പൊടിയുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്നിട്ടുണ്ട്, നമുക്ക് ജ്യൂസ് കുടിക്കാനായിട്ട് കൊടുക്കാം. ഇവർ വന്ന് നമ്മൾ കുടിക്കാനായിട്ട് കൂവപ്പൊടി മിൽക്ക് ഷേക്ക് കൊടുത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആർക്കും പെട്ടെന്ന് അങ്ങ് മനസ്സിലായില്ല പറയാനായിട്ട്. ഏലക്കായുടെയും പാലും കൂവയും എല്ലാം കൂടെ മിക്സായി വന്നപ്പോൾ എന്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മുന്നേയൊക്കെ ഇവരിവിടെ വരുന്ന സമയത്ത് കൂവപ്പൊടി തേങ്ങയൊക്കെ ഇട്ട് തിളപ്പിച്ച് മധുരമൊക്കെ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ടേസ്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് കുറച്ച് സമയം എടുത്തു എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള സമയമായി. ഞാനപ്പോൾ നമ്മളുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ടേബിളിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വാഴയുടെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടി ആവി കയറ്റിയ നല്ല ചിക്കൻ പൊതി ബിരിയാണി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബീഫിൻ്റെ റെസിപ്പി ഞാൻ എന്താണെങ്കിലും ഒരു ദിവസം ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ചമ്മന്തി, ഉള്ളി സുർക്ക, പപ്പടം,
ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊതി ബിരിയാണി കഴിക്കാം. ഭക്ഷണം എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് വയറ് നിറയെ കഴിക്കുന്നത് കാണുമ്പോൾ അത് ഉണ്ടാക്കിയ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതാണ് ഭക്ഷണം കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫുഡൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് ചായയിലേക്ക് നെയ്യപ്പം ഉണ്ടാക്കണം. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യാം. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഗോതമ്പ് നുറുക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അടിച്ചെടുത്ത ഗോതമ്പ് നുറുക്കിൻ്റെ ആ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞുതരാം. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ രണ്ടും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് റവപ്പൊടി, പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി. അതിൻ്റെ കൂടെ ഞാൻ ഹാഫ് റോബസ്റ്റ് പഴം നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട്. നിങ്ങളുടെ കയ്യിൽ ചെറുപഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് നെയ്യിൽ കറുത്ത എള്ളും തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കപ്പൊടി, ആവശ്യത്തിന് മധുരം ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്റർ നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ ബാറ്ററിനെ അതിൻ്റെ കറക്റ്റ് ഒരു അളവിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു രൂപത്തിൽ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്യപ്പം ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ സംഭവങ്ങൾ ഇത് ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. കടല മിഠായി, എള്ളു മിഠായി, ജിലേബി, മൈസൂർ പാക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടിയാലും അത് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ അത് അവർക്കും കുറച്ച് ഷെയർ ചെയ്ത് കൊടുത്തു. ചായ എൻ്റെ സ്പെഷ്യൽ ടീ ആണ്. മിൻറ്റും അതുപോലെ ഒരുപാട് സ്പൈസസ് ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ചായ അതുണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കൂടെ നമ്മൾ നെയ്യപ്പം കൂടെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഞാൻ കാണിച്ചു തന്ന പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ അങ്ങ് നല്ല ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ല ഈസി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇത് പൊങ്ങി വരും. ഈ ഒരു നെയ്യപ്പത്തിൻ്റെ ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, എന്നാൽ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്, നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ അവർക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ചൂട് നെയ്യപ്പം അടിപൊളി കോമ്പിനേഷനാണ്. ഇന്ന് ഉണ്ടാക്കി കഴിച്ച ഒരുവിധം ഭക്ഷണങ്ങളെല്ലാം തന്നെ വീടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. നാട്ടിൽ നിന്ന് കൊടുത്തയച്ച നുറുക്ക് ഗോതമ്പ് വെച്ചുണ്ടാക്കിയ നെയ്യപ്പം, വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടി വെച്ച് ചെയ്ത മിൽക്ക് ഷേക്ക്, അതുപോലെ തന്നെ വാഴയിലൊക്കെ പൊതിഞ്ഞ ബിരിയാണി, വീട്ടിൽ നിന്ന് കൊടുത്തയച്ച നല്ല മിഠായികളും മധുര പലഹാരങ്ങളും എല്ലാം വീടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. നമ്മൾ റിലേറ്റീവ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നല്ലൊരു റിലാക്സിങ് ഡേ തന്നെയായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.